മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് മാസം 5 തികയാൻ പോകുന്നു. ദുരന്തഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുമ്പിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വിളിച്ചു പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ എവിടെ? വീട് തരാം, ഭൂമി തരാം, ജീവനോപാധികൾ തരാം, അങ്ങനെ എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ? കേന്ദ്രം പണം തരുന്നില്ല, പാക്കേജ് തരുന്നില്ല എന്ന് കേരളം. വയനാട്ടിലുണ്ടായത് 2 വില്ലേജുകളിലെ പ്രാദേശിക ദുരന്തമെന്ന് കേന്ദ്രം. പിടിവലിക്കിടയിൽ കേരളത്തിന് 10 പൈസ വയനാട്ടിനു വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. കേരളത്തിന്റെ ദില്ലിയിലെ ചുമതലക്കാരനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KV തോമസ് ഇടയ്ക്കിടയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ പോയി കാണുന്നുണ്ട്. എല്ലാം ശരിയാക്കാമെന്ന വാക്കു നൽകി അവർ KV തോമസിനെ തിരിച്ചയക്കും. 2000 കോടി രൂപയാണ് പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെടുന്നത്. 2 എസ്റ്റേറ്റുകളിലായി വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകൽ അടക്കമുള്ളതാണ് പുനരധിവാസ പദ്ധതി. പക്ഷേ ഒന്നും എവിടെയും എത്തുന്നില്ല. കേന്ദ്രം പണം നൽകുന്നില്ല. ഞങ്ങൾ എന്തു ചെയ്യും എന്നതാണ് കേരള സർക്കാരിന്റെ ചോദ്യം. വാഗ്ദാനങ്ങളൊക്കെ കേട്ട് പ്രതീക്ഷയോടെ കാത്തിരുന്ന വയനാട്ടിലെ ദുരിതബാധിതർ ഇപ്പോഴും പെരുവഴിയിൽ നിൽക്കുകയാണ്. ദുരന്തത്തിന് ശേഷം ഒരു തിരഞ്ഞെടുപ്പും വയനാട്ടിൽ നടന്നു. പ്രിയങ്ക ഗാന്ധി വയനാട്ടിന്റെ MP-യുമായി. വയനാട് ദുരിതാശ്വാസം ഇപ്പോൾ കേരളത്തിലെയും കേന്ദ്രത്തിലെയും പ്രതിപക്ഷമായ കോൺഗ്രസിന് നല്ലൊരു രാഷ്ട്രീയ ആയുധമാണ്. വയനാട് MP-യായി ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം വയനാട്ടിലെ വോട്ടർമാരെ അഭിവാദ്യം ചെയ്യാൻ പ്രിയങ്ക ഗാന്ധി എത്തിയ ദിവസം വയനാട് പുനരധിവാസമുയർത്തി കോൺഗ്രസ് പ്രതിഷേധ മാർച്ചുകൾ നടത്തി. പോലീസ് ലാത്തിചാർജും ഉണ്ടായി. പ്രിയങ്ക ഗാന്ധിക്ക് പാർലമെന്റിൽ കന്നി പ്രസംഗം നടത്താൻ ഒരു അവസരമായി. സർക്കാർ വാഗ്ദാനം നൽകുന്നു, അത് നടപ്പാക്കിയില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷം സമരം ചെയ്യുന്നു. പതിവ് പോലെ ജനങ്ങൾ വിഡ്ഢികളാകുന്നു. ഇതൊരു വയനാടിന്റെ മാത്രം അവസ്ഥയല്ല, ഏതാണ്ട് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. വലതായാലും ഇടതായാലും ഇക്കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. പ്രളയകാലത്തും അനുഭവിച്ചു, ഇപ്പോൾ വയനാടിന് ശേഷവും അനുഭവിക്കുന്നു.